പോത്തുകളെ അവിടെ തൊടുണ്ട്, അവിടെ കൊണ്ടുപോയി കെട്ടിയിടാൻ പോവാം. മൂരിക്കുട്ടികളെ കൊണ്ടുപോകില്ല, പോത്തുകളെ മാത്രം. ഇവിടെ ഇവിടെ പോത്തുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ പോലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോകുക പോത്തുകൾ. ഇന്നലെ പോലെ വിട്ടിട്ടില്ല, മിഞ്ഞാന്ന് വിട്ടിട്ടില്ല. ഒരു വെള്ളം കുടിക്കാൻ കുറച്ച് മടിയാണ്. ചന്തയിൽ നിന്ന് വന്നാൽ പൊതുവേ പോത്തും കുട്ടികൾ അപൂർവ വെള്ളം കുടിക്കുള്ളൂ. അതിൽ പാടത്തെ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. ചാലത്തെ വെള്ളം, അത് ചളി വെള്ളമാണെങ്കിലും അത് കുടിക്കും. അതുപോലെ ഒന്ന് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയും തവിടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ വൈക്കോലിട്ട് കൊടുത്ത് നിർത്തിക്കുന്നു 2 ദിവസം. അതുപോലെ കുടിക്കണുണ്ട്, കുറച്ച് ഈച്ച കുടിച്ചങ്ങനെ സെറ്റായിക്കണം. വെള്ളം കുടിക്കാത്ത പോലെയൊക്കെ അങ്ങനെ. അപ്പോൾ പുറത്ത് വിട്ടാൽ പുല്ല് തിന്നാൽ പിന്നെ ഓല് കഴിക്കൂല, വെള്ളം കുടിക്കൂല. ഇതാകുമ്പോൾ ഈ ചാലത്തെ വെള്ളം അതൊക്കെ കുടിച്ചങ്ങനെ നടന്നോളും. അപ്പോൾ ഓൽക്ക് കഞ്ഞിയും തോടിൻ്റെ ആവശ്യമില്ല. ഇവിടെ കഞ്ഞി തോടൊക്കെ കുടിച്ചാലേ പോത്തും കുട്ടികളങ്ങോട്ട് വരുള്ളൂ. പോത്തും കുട്ടികളായാലും മോരിക്കുട്ടികളായാലും ഒന്നിന് മീനി വന്ന് ഉഷാറാവുള്ളൂ പെട്ടെന്ന്. മറ്റേത് മെല്ലെ മെല്ലെ കയറി വരുള്ളൂ. അപ്പോൾ അത് കുടിപ്പിക്കൽ തുടങ്ങൽ നിർബന്ധമാണ്. അപ്പോൾ ചിലവരൊക്കെ വന്നാൽ കുടിക്കൂല. അപ്പോൾ തൊഴുത്തിൽ തന്നെ നിർത്തി പുറത്ത് വിടാതെ കുറേ കല്ലുപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്ത് സെറ്റാക്കി എടുക്കണവർ. പുറത്ത് വിട്ടാൽ ഈ പച്ചപ്പുല്ലും ഈ മഴയൊക്കെ പെയ്തിട്ട് നനവുണ്ടാവുകൊണ്ട് അവർക്ക് പിന്നെ ദാഹം വല്ലാതെ ഉണ്ടാവില്ല. പിന്നെ ഈ ചാലത്തെ വെള്ളമൊക്കെ കുടിക്കുക. മറ്റേത് തൊഴുത്തിൽ വെക്കുമ്പോൾ അവർക്ക് ദാഹം ഉണ്ടാവും. പിന്നെ നനവുള്ള പുല്ലൊക്കെ കഴിക്കൊണ്ടേ ദാഹം ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ വൈക്കോലാണ് ഇട്ട് കൊടുത്താൽ